ഇവിടെ തേർഡ് യൂണിറ്റ് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ്. പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെല്ലുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? സെൽ പേജ് നമ്പർ 45. സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റാണ്. ദെൻ ഒന്നിൽ കൂടുതൽ സെല്ല് കൂടുമ്പോഴാണ് അത് ബാറ്ററി ആവുക അല്ലേ? ഓക്കെ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഡിവൈസസ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും അതിനൊക്കെ നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുക. 2 ടൈപ്പ് ബാറ്ററികളുണ്ട്, റീചാർജബിളുണ്ട്, നോൺ റീചാർജബിളുണ്ട് അല്ലേ? നമ്മൾ റീചാർജ് ചെയ്യാൻ പറ്റുന്നതും റീചാർജ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. പിന്നെ അടുത്തത് 47 പേജിൽ നമ്മൾ ബൾബുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ല. 3 ടൈപ്പ് ബൾബുകളാണ്. ഫിലമെൻ്റ് ബൾബ് ഉണ്ട്, CFL ഉണ്ട്, LED ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മളിപ്പോൾ LED ബൾബാണ് യൂസ് ചെയ്യുന്നത്. അതിന് ലെസ് എനർജി കൺസപ്ഷനാണ്, വളരെ കുറഞ്ഞ കറണ്ട് മതി അല്ലേ? പഴയ കാലത്തുള്ള ഫിലമെൻ്റ് ബൾബിനൊക്കെ ഒരുപാട് കറണ്ട് നമുക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ CFL കുറേ കാലം ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന LED അല്ലേ? LED എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വോൾട്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഒരു സർക്യൂട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം അല്ലേ? മീൻസ് ഒരു എനർജി, ഒരു ഇലക്ട്രിസിറ്റി തരുന്ന ഒരു സോഴ്സ് വേണം. അത് ബാറ്ററി ആവുക, കറണ്ട് ആവുക അല്ലേ? പിന്നെ കണക്ട് ചെയ്യാൻ ഒരു വയറ് വേണം. പിന്നെ ഒരു ഇലക്ട്രിക് ഡിവൈസ്, ഒരു ബൾബോ എന്താണ് വർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് വേണം. ഓക്കെ, പിന്നെ 2 തരത്തിലുള്ള സർക്യൂട്ട് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ഒന്ന് ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ? ക്ലോസ്ഡ് സർക്യൂട്ട് പറഞ്ഞാൽ കണക്ഷൻ കംപ്ലീറ്റ് ആയതാണ് ക്ലോസ്ഡ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കണക്ഷൻ കംപ്ലീറ്റ് ആവാത്തത് അല്ലേ? അപ്പോൾ ഒരു സർക്യൂട്ട് ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ച് ഉപയോഗിച്ചാണ് ഒരു സർക്യൂട്ട് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യണം അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ വസ്തുക്കളിലൂടെയും കറണ്ട് കടന്നു പോകില്ല. അതിന് നമ്മൾ കണ്ടക്ടർ എന്ന് പറയും അല്ലേ? നമുക്ക് വീട്ടിലൊക്കെ കോപ്പർ വയർ യൂസ് ചെയ്യും. പുറത്തെ ലൈനൊക്കെ ആണെങ്കിൽ അലൂമിനിയം നമ്മൾ യൂസ് ചെയ്യും. അതൊക്കെ കണ്ടക്ടറുകളാണ്, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ? പക്ഷെ നമ്മളെ നൂല് അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. എന്ന് നമ്മൾ പറയുന്ന പേര് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. അപ്പോൾ കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ് എന്നൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. പിന്നെ മെറ്റൽസിനെ കുറിച്ച് പേജ് നമ്പർ 52 പറയുന്നുണ്ട്. മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, അലൂമിനിയം ഇതൊക്കെ നല്ല കണ്ടക്ടറാണ് ഇലക്ട്രിസിറ്റിയുടെ. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പുറത്തെ ലൈനുകളൊക്കെ അലൂമിനിയം യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഇലക്ട്രിക് ലൈനുകളൊക്കെ അലൂമിനിയമാണ്. അതെന്താണ് മെയിനായിട്ട് വെയ്റ്റ് ലെസ്സാണ്, കുറഞ്ഞ വെയിറ്റ് ഉള്ളൂ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, കുറഞ്ഞ ക്യാഷ് കുറവാണ്. മനസ്സിലായില്ലേ? കുറഞ്ഞ പൈസ. കോപ്പർ ചെമ്പിൻ്റെ കമ്പിയൊക്കെയാണ് നമ്മൾ പുറത്തെ ലൈന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറേ കോസ്റ്റാണ്, ഭയങ്കര വിലയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പേജ് നമ്പർ സിമ്പിൾസാണ്, ചിഹ്നങ്ങൾ അല്ലേ? ഓരോന്നിനോരോ ചിഹ്നങ്ങളുണ്ട്. പേജ് നമ്പർ 54 പറയുന്നുണ്ട്. ആ ചിഹ്നങ്ങൾ ഓർമ്മ വേണം. ആ ചിഹ്നങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ചിഹ്നങ്ങൾ വെച്ചിട്ട് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ടാവും. ഒരു സർക്യൂട്ടിൽ എങ്ങനെ ചിഹ്നങ്ങൾ കൊടുക്കുക എന്നുള്ളത് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. യെസ്, പിന്നെ ഒരു എമർജൻസി ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. എമർജൻസി ഉണ്ടാക്കുന്ന എന്തൊക്കെ വേണം എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എന്തൊക്കെ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് പേജ് നമ്പർ 58. ആദ്യം എന്താണ് ചെയ്യേണ്ടത് അല്ലേ? ഷോക്ക് അടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. വീട്ടിലാണെങ്കിൽ, പുറത്താണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള വുഡ് കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കണം അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പുറത്തൊക്കെയാണെങ്കിൽ KCBയിൽ നമ്മളെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ?
പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന പവർ സ്റ്റേഷനുകളെ കുറിച്ചാണ്. കുറച്ച് പവർ സ്റ്റേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷന്, വിൻഡ് മില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക, നന്നായിട്ട് പരീക്ഷ ചെയ്ത്. ശരി.